അടങ്ങിയുള്ള ഒരാള് ആരാ നമ്മുടെ ഹനുമാൻ. അപ്പം ശ്രീരാമനെ വാനരസേന ഹനുമാൻ ലക്ഷ്മണൻ അവര് എല്ലാവരും ഇവിടെ തേടി വരുന്ന സമയത്ത് ഇതെല്ലാം സമുദ്രമായിരുന്നു പറയുന്നത്. ഈ കാണുന്നതൊക്കെ പണ്ട് കടലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹനുമാൻ ഇവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് 3 തട്ടായിട്ടുള്ള മല കൊണ്ടുവച്ച് കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശ്രീരാമന്റെ പാസ്പർശേറ്റ കല്ലാണ്ട് ഈ കല്ലിന് രാമക്കല്ലെന്നും ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്നുള്ള പേരുണ്ട്. അപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ അറ്റമാണ് രാമേശ്വരം. രാമേശ്വരത്തു നിന്ന് ലങ്കയ്ക്ക് പാലം ഇട്ട് പോയെന്നും സേതുബന്ധൻ എന്ന് പറഞ്ഞൊരു പാലം എപ്പോഴും നദി കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഐതിഹ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിന്റെ തേനി ജില്ലയുടെ വില്ലേജുകളാണ് കാണുന്നത്. വെള്ള കളർ കാണുന്നില്ല, ചവറ് വാരിയിട്ടേക്കുന്ന കാണുന്നുണ്ട്. അത് ബോംബെ എന്ന് പറയുന്നതാണ്. അതിനപ്പുറത്ത് കാണുന്ന പണ്ണൈപ്പുറം നമ്മുടെ സംഗീത സംവിധായകൻ ഇളയരാജ ജനിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന തേവാരം, കേരളത്തിലേക്കുള്ള പച്ചക്കറികളുടെ മെയിൻ മാർക്കറ്റാണ് തേവാരം. ജനുവിലാസ് അത് കമ്പമാണ്. കമ്പം അല്ല, അത് തന്നെ കമ്പം 21 കിലോമീറ്റർ കോമ്പയ്ക്ക് വരാനുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്ന രംഗനാഥൻ കോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. ഇവിടെ വർഷത്തിലൊരിക്കലും കന്നിമാസത്തിൽ 5 ശനിയാഴ്ചയാണ് ഉത്സവം നടക്കാറുള്ളത്. നമ്മുടെ മംഗളാദേവി ക്ഷേത്രമുണ്ട് ഇവിടെ കുമളിയിൽ. അവിടെ വർഷത്തിൽ ഒരു ദിവസമുള്ളൂ. ഇവിടെ കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രം. ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ കോമ്പയിൽ നിന്ന് 5 കിലോമീറ്റർ ഒറ്റ റോഡാണ്. അതിനിപ്പുറത്തോട്ട് കാണുന്നതൊക്കെ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്, പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ആ കാണുന്നതൊക്കെ തെങ്ങുന്തോപ്പുകളാണ്. കാണുന്നുണ്ടോ? നമ്മൾ നിൽക്കുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ തെങ്ങുന്തോപ്പാണ്. ആ ബുഷ് പോലുള്ള മരങ്ങളൊക്കെ കാണുന്നുണ്ടോ? അത് വാളംപുളിയാണ്, നമ്മൾ സാമ്പാറിലിടുന്ന പുള്ളിയുടെ മരങ്ങളാണ്. ആ പച്ച കളറിൽ കാണുന്ന കൃഷി സ്ഥലങ്ങളാണ്. കൃഷി ചെയ്തിരിക്കുകയാണ്. പച്ചക്കറി, തക്കാളി, വെണ്ട, വെള്ളം, ഇങ്ങനെ ഓരോന്ന് കൃഷി ചെയ്തിരിക്കുകയാണ്. റെഡ് കളറിൽ കാണുന്ന കൃഷി കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് നില വിളിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഇതൊരു ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. രാമക്കൽമേടിലെ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ താന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു സീനാണിത്, ഫ്ലൈറ്റ് വ്യൂ പോയിന്റ്. അതുപോലെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമാണ്. അതുപോലെ നമ്മുടെ ടൈറ്റാനിക്കിന്റെ കണ്ടിട്ട് ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇത് കാണുന്ന തമിഴ്നാട്. നമ്മള് ഫോറസ്റ്റ് ഏരിയയിലാണ്.